ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസം തുടർച്ചയായി വിപണിയിൽ നേട്ടം ആവർത്തിച്ചു. ആഗോള സാഹചര്യങ്ങൾ മികച്ചതായിരുന്നു. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറഞ്ഞതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രേരകമായി പ്രവർത്തിച്ചു. എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. ചെറുകിട നിക്ഷേപകരും വിപണിയിൽ വളരെ അനുകൂലമായി ഇടപെടുന്ന സാഹചര്യമുണ്ടായി. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ നല്ല നിക്ഷേപ താല്പര്യമുണ്ടായത് മൊത്തത്തിൽ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്തു. രണ്ടാം തര ചെറുകിട ഓഹരികളിലും മികച്ച രീതിയിലായിരുന്നു വ്യാപാരം പുരോഗമിച്ചിരുന്നത്. ഇന്നലെ ആഴ്ചയിലെ അവധി വ്യാപാരം അവസാനിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയുടെ നീക്കത്തിലുണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മികച്ച നിക്ഷേപ താല്പര്യം തുടരുമെന്നുള്ളതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എല്ലാ സാങ്കേതിക നിലവാരങ്ങൾക്കും മുകളിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. മുൻനിര സൂചികയായി നിഫ്റ്റി 22,500 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടന്നത് തന്നെ മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ചെറുകിട നിക്ഷേപകരുടെ നിലപാടുകളും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും ഇന്ന് ആഴ്ചയിൽ അവസാന വ്യാപാര ദിനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ വിപണിയിൽ തുടരാൻ സാധ്യതയുണ്ട്. എന്തായാലും നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക.